അങ്ങനെ ചുമ്മാ വീട്ടിൽ നിന്ന് വിചാരിച്ചൊരു ഗെയിം കളിച്ച് നോക്കാമെന്ന്. അങ്ങനെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ കയറി ഒരു ഓഫ് റോഡ് ഗെയിം ഡൗൺലോഡ് ചെയ്തു. പക്ഷേ ഇത്ര ദുരന്തമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ അതിൻ്റെ സിസ്റ്റത്തിൻ്റെ സ്പെക്ക് അനുസരിച്ചുള്ളതുണ്ട്. എന്നാലും ഞാൻ ഇത് ചെറുതായിട്ടൊന്നും കൊടുത്തത് ഭയങ്കര അറ്റായിട്ട് കൺട്രോളും വണ്ടി പണയിൽ കൂടെയൊക്കെ കൊണ്ടാണ് ചെറുതായിട്ടും തിരിച്ചത് വണ്ടി തിരിച്ച് പോകണം. പക്ഷേ ബാക്കിയെല്ലാം സ്മൂത്താണെങ്കിലും കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഇൻഡിക്കേറ്റർ, ഹോൺ, അങ്ങനത്തെ എല്ലാം വരണുണ്ട് ഈ ഗെയിമിനകത്ത്. പക്ഷേ വണ്ടിക്ക് അത്യാവശ്യം മാരക പവറും ഉണ്ട്. പിന്നെ നമ്മളെ സിസ്റ്റത്തിന് പറ്റിയതല്ലേ, ഇത്തിരി കൂടി സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ട്. കുറച്ച് ഫണ്ട് വരാനുണ്ട്. കുറച്ച് ഫണ്ട് വന്നതിന് ശേഷം നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഫണ്ടെന്ന് വെച്ചാൽ പണിക്ക് പോകണം, അങ്ങനത്തെ ഫണ്ട് ഉണ്ടാകട്ടെ. നമ്മൾ വണ്ടിയെ കൂടി വണ്ടി പറക്കുകയാണ്. പക്ഷേ വണ്ടിയുടെ ലുക്കൊക്കെ എന്ന് വെച്ചാൽ അപാരം തന്നെ കേട്ടോ. ഇത്രയും ചെറിയൊരു ഗെയിമിൽ അവർ ഇത്രയും നല്ല സെറ്റ് ലുക്ക് കൊടുത്തിരിക്കണം വണ്ടിക്ക്. അതാണ് സംഭവം. പിന്നെ ഈ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഗെയിമിൻ്റെ കൺട്രോളും കൂടെ ആയപ്പോൾ ചെറിയൊരു ഇതുണ്ട്. അതായത് നമുക്കത് ശരിയാക്കാം. താഴോട്ട് പോകുമ്പോൾ വേണ്ട, ഹാൻഡ് ബ്രേക്ക് വരെ വണ്ടിക്കുണ്ട് കേട്ടോ. ഇത് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കാണിച്ചാൽ വേണ്ട, വണ്ടി വേണ്ട കയറ്റത്ത് നിന്നിട്ട് ഒരു റിവേഴ്സ് പുല്ലുപോലെ കയറി പോകും. പിന്നെ നമുക്ക് വണ്ടി ഇൻറ്റീരിയർ ഭാഗത്തുള്ള ലുക്ക് നോക്കാം. വേണ്ട അകത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. കാരണം ഇപ്പോൾ നമ്മളെ സ്റ്റിയറിങ് നേരെ കണ്ടുവിടാം അകത്ത് നോക്കുമ്പോൾ. വേണ്ട വണ്ടി പണയെ കൂടെയൊക്കെ പുല്ലുപോലെ കയറി പോകും. വേണമെങ്കിൽ ഗെയിമിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റ് സെക്ഷനിൽ എടുത്തിടാം. ഇനി ഇതൊക്കെ തന്നെ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴുള്ള പരിപാടി. പിന്നെ വരെ പുതിയ പുതിയ ഗെയിമുകൾ കണ്ടുപിടിക്കുക, കളിക്കുക. ഇപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട്